ഹലോ സ്റ്റുഡൻസ്, ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചലനത്തിന് പിന്നിൽ എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ മസിൽസിനെ പറ്റി, ജോയിൻസിനെ പറ്റി, ബോൺസിനെ പറ്റി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിലുള്ള എക്സോസ്കെൽട്ടൻ, എൻഡോസ്കെൽട്ടൻ അതുപോലെയുള്ള ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മേജറായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് നമ്മുടെ മസിൽസ് അതുപോലെ തന്നെ ജോയിൻസിനുണ്ടാകുന്ന എറർ കൊണ്ടുണ്ടാകുന്ന ഡിസോർഡർ എന്തൊക്കെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അത് ഇംപ്രോപ്പറായിട്ട് നമ്മളെ ബോഡിയിൽ അറേഞ്ച് ചെയ്താലുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഈ പാഠത്തിൽ വരുന്ന ലെക്ചേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റും ഈ പാഠത്തിൻ്റെ ഫൈനൽ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക്, അതായത് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മെഡിക്കൽ പ്രിക്കോഷൻസിനെ പറ്റി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ കാണുന്ന സമയത്ത് എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസോർഡേഴ്സ് പഠിക്കാം. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓസ്റ്റിയോപോറോസിസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? ദിസ് ഇസ് എ കണ്ടീഷൻ in which parts of bones get damaged and the density of bones deteriorates as they become porous. Deficiency of calcium and vitamin D ആണ് ഈ ഒരു സിറ്റുവേഷന് കാരണമാകുന്നത്. എന്താണ് ഓസ്റ്റിയോപോറോസിസ് മനസ്സിലായോ? യെസ്, മേജറായിട്ട് നമ്മുടെ അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ശോഷണം, അതായത് നമ്മുടെ അസ്ഥികളിൽ എന്തെങ്കിലും തരത്തിലുള്ള സുഷിരങ്ങൾ ഉണ്ടാവുക, നമ്മുടെ അസ്ഥികളുടെ ബലം കുറയുക, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത്, ആ ഒരു കാഠിന്യം നഷ്ടപ്പെടുക. ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് ഇത് വരാനുള്ള കാരണം പ്രോട്ടീൻ, അതുപോലെ തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി, ഇതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസിയാണ്. ഇതിൻ്റെ എല്ലാം അഭാവം, ഇതിൻ്റെ എല്ലാം പ്രസൻസ് ശരീരത്തിൽ കുറയുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. നമുക്ക് ഓരോന്നിൻ്റെയും കോസസും സിംറ്റംസും പറഞ്ഞു പോവാം. നമ്മുടെ ജോയിൻസിൽ അല്ലെങ്കിൽ നമ്മുടെ സന്ധികളിൽ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ട്, അതായത് അസഹ്യമായിട്ടുള്ള രീതിയിൽ വേദന അനുഭവപ്പെടുക, സ്വെല്ലിംഗ് ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് മൂവ്മെൻറ്റിനൊന്നും പോസിബിൾ ആവാതിരിക്കുക. ഈ ഒരു സിറ്റുവേഷനാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ പ്രതിരോധ വ്യവസ്ഥ, നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ തന്നെ ജോയിൻസിനെ, നമ്മുടെ തന്നെ ബോൺസിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് എന്തിനൊക്കെയാണ് നശിപ്പിക്കുന്നത്? സൈനോവിയൽ മെംബ്രെയിനെയും അതുപോലെ തന്നെ കാർട്ടിലേജിനെയും നശിപ്പിച്ച് കളയും. എന്തിനൊക്കെയാണ്? സൈനോവിയൽ മെംബ്രെയിനെയും കാർട്ടിലേജിനെയും നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. അതുമൂലം നമുക്ക് മൂവ്മെൻറ്റിനെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മസിൽസ് ഡാമേജ്ഡ് ആകുന്ന അല്ലെങ്കിൽ മസിൽസ് വീക്ക് ആകുന്ന ഒരു സിറ്റുവേഷനാണ് മസിൽ ഡിസ്ട്രോഫി അല്ലെങ്കിൽ പേശീക്ഷയം എന്ന് പറയുന്നത്. കൂടുതലായി ബോയ്സിൽ അല്ലെങ്കിൽ മെന്നിലാണ് ഈ ഒരു സിറ്റുവേഷൻ കാണുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഡ്യൂ ടു ദ ജനറ്റിക് റീസൺസ് ഇത് സംഭവിക്കുന്നു. മേജറായിട്ട് ബോയ്സിൽ കാണുന്നു. സിറ്റുവേഷൻ സിംറ്റംസ് എന്ന് പറയുന്നത് മസിൽസ് വീക്കാകുക എന്നുള്ളതാണ്. വേറെയും കുറേ റീസൺസ് ഉണ്ട്. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ജീനുകളിലെ മാറ്റമാണ്. ഇനി ലാസ്റ്റ് വൺ നോക്കിയാലോ? അതാണ് സ്പ്രെയിൻ അഥവാ ഉളുക്ക്. നമ്മൾ കോമൺ ആയിട്ട് കുറേ ആൾക്കാർ സഫർ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ജോയിൻസിലെ ബോൺസിനെ കണക്ട് ചെയ്യുന്ന സ്നായുക്കളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, ഈ പറയുന്ന ലിഗമെൻറ്റ്സ്, അതായത് ഈ പറയുന്ന സ്നായുക്കൾ എന്ത് സംഭവിക്കുന്നു? അത് കുറച്ചും കൂടി സ്ട്രെച്ചിങ് ആവുന്നു. ഓവറായി സ്ട്രെച്ച്ഡ് ആവുന്നു, അല്ലെ ഓവറായിട്ട് അത് വലിയുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സമയത്ത് അത് പൊട്ടിപ്പോകും. അത് ബ്രേക്ക് ആവുന്നു. നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ച് പൊട്ടുന്നില്ലേ, അതുപോലെ നമ്മൾ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്ന സമയത്ത് ഈ സ്നായുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലിഗമെൻറ്റ്സ് കുറച്ച് ഓവറായി സ്ട്രെച്ച് ആകുന്ന സമയത്ത് അത് ബ്രേക്കായി പോകും. അത് പൊട്ടിപ്പോവും. ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ജോയിൻസിൽ പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് മൂവ്മെൻറ്റിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് സ്പ്രെയിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. നമ്മുടെ ജോയിൻസ് മൂവ് ചെയ്യിക്കാൻ തന്നെ പറ്റില്ല, ഭയങ്കരമായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ അതിന് ചതവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് ഓവറായി പോയിട്ടുണ്ടെങ്കിൽ, സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് ചതവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന റീസൺസ് എല്ലാം നമുക്ക് ഉളുക്കിൽ അല്ലെങ്കിൽ സ്പ്രെയിനിൽ കാണുന്നുണ്ട്. പഠിച്ചില്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓസ്റ്റിയോപോറോസിസ് അതുപോലെ തന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കോമൺ ആയിട്ട് വിമനിലാണ് കൂടുതലായിട്ട് കാണുന്നത്, സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ സിമ്പിളായിട്ട് പറയുമ്പം ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത്, മെനപ്പോസ് നടക്കുന്ന സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ ബോൺസ് കുറച്ചും കൂടി വീക്ക് ആവുന്നു. അതായത് ഈ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ ബോൺസിൻ്റെ സ്ട്രെങ്ത്തിനും കാര്യങ്ങളിലെല്ലാം കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോൺസ് വീക്കാവുന്ന സമയത്ത് ഈ ജോയിൻറ്റിലും ഈ പറയുന്ന വീക്കായിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സന്ധികളിൽ വാദം, അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് പോലെ ബോൺസിന് ക്ഷയം കുറഞ്ഞ് അതിൽ ഹോൾസ് വരുന്ന സിറ്റുവേഷൻ, ഇതൊക്കെ നടക്കുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള റീസൺ. ഫീമെയിൽ ഹോർമോണിൻ്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള സിറ്റുവേഷൻ ബോഡിയിൽ വരുമ്പോഴാണ്. റെഡിയല്ലേ? സ്റ്റുഡൻസ്, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതായത് ഡിസ്ക് തെറ്റുക അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം.
നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ സ്പൈനൽ കോഡ് ഉണ്ട് ഇല്ലേ, നമ്മുടെ നെർവസ് സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പൈനൽ കോഡ് ഉണ്ട് അല്ലേ. ഓക്കെ, ഈ സ്പൈനൽ കോഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു പാർട്ടാണ് വെർട്ടിബിൾ കോളം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നട്ടിൽ അഥവാ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെർട്ടിബിൾ കോളത്തിൽ കാണുന്ന ബോൺസിനെയാണ് വെർട്ടിബ്രേ എന്ന് പറയുന്നത്, മലയാളത്തിൽ കശേരുക്കൾ എന്ന് പറയും. ഓക്കെ, ഈ കശേരുകൾക്കിടയിൽ ഒരു ജെല്ലി പോലെയുള്ള ഒരു ഫ്ലൂയിഡ് കാണും. ഓക്കെ, ഒരു ഫ്ലൂയിഡ് കാണും. ഈ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് ഇൻവെർട്ടിബിൾ ഡിസ്ക്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ. അപ്പോൾ ഈ ഇൻവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ബോണിന് എന്തെങ്കിലും തരത്തിലുള്ള ആഘാതം അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഒരു സിറ്റുവേഷനൊക്കെ നടക്കുമ്പം ഇത് ആ കശേരുകൾക്കിടയിൽ നിന്ന് അഥവാ ഈ വെർട്ടിബ്രയ്ക്കിടയിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, തള്ളി പുറത്തേക്ക് വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മുടെ ബാക്ക് ബോണിന് പലതരത്തിലുള്ള ഡാമേജ് കോസ് ചെയ്യാൻ കാരണമാകും. അതുവഴി ഇപ്പോൾ തേയ്മാനം സംഭവിക്കുക അല്ലെങ്കിൽ ഡിസ്ക് തെറ്റുക, ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനൊക്കെ സംഭവിക്കാനിടയാവും. ഇൻവെർട്ടിബിൾ ഡിസ്കിനുണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലം ചിലപ്പോൾ നമ്മുടെ കശേരുക്കളുടെ തേയ്മാനത്തിന്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സെൻസേഷൻ, ഓക്കെ, നമ്മുടെ സംവേദനക്ഷമത ഇവക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ ചെയ്യേണ്ട ഒരു പാർട്ടാണ് വെർട്ടിബിൾ കോളം എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് 3 മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് സ്ലിംഗ് ആണ്. സ്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തോളലിനോ അല്ലെങ്കിൽ കൈമുട്ടിനോ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ ചലനം, ഓക്കെ, നമ്മുടെ ആംസിൻ്റെ മൂവ്മെൻറ്റ് പരമാവധി കുറക്കുക എന്നുള്ളതാണ് സ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സ്പ്ലിൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോൺസിന് ഏതെങ്കിലും തരത്തിലുള്ള സർജറി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ധിവാതമോ അല്ലെങ്കിൽ ആർത്രൈറ്റീസ് അതുപോലുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബാധിക്കപ്പെട്ടിട്ടുള്ള ഭാഗത്തെ ചലനം പരമാവധി കുറച്ചുകൊണ്ട്, ഓക്കെ, അവിടെയുള്ള മൂവ്മെൻറ്റിനെ പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്, സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാൻഡേജ് എന്താണ്? ബാൻഡേജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക്, ഓക്കെ, ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത് ഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാണ്ടിരിക്കുക, അതുപോലെ തന്നെ ബ്ലഡ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനഭ്രംശം, അതായത് നമ്മുടെ ബോൺസിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് വലിഞ്ഞ് മുറുകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുക, അതുവഴി ഉളുക്കുണ്ടാവുക, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ബാൻഡേജ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ഒന്നും കൂടി വായിച്ചു നോക്കണം. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പാഠത്തിലെ അവസാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ഫർദർ നമുക്ക് സബ്ജക്റ്റിൽ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചും കൂടി നോളജ് കിട്ടാനും അതുപോലെ തന്നെ കുറച്ചും കൂടി കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിൽ വരുന്ന, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ പലതരത്തിലുള്ള ഫ്രാക്ചറുകൾ, നമുക്ക് പലതരത്തിലുള്ള ഡിസീസ്, നമ്മുടെ ട്യൂമർ അതായത് ക്യാൻസർ സെൽസ്, ഇതിനെല്ലാം കണ്ടെത്താനുള്ള ആധുനിക ടെക്നോളജിയെ പറ്റിയിട്ടുള്ളതാണ്. ഇതിൽ CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്, ടോമോഗ്രഫി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡൈനോസറിൻ്റെ ഫോസിലിൻ്റെ പിക്ചർ കൊടുത്തിട്ട് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എവല്യൂഷനൊക്കെയായി ബന്ധപ്പെട്ടുള്ളതാണ്, പരിണാമവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പാഠത്തിൽ തന്നെ നമ്മൾ കണ്ടു. ആദ്യം ഹൈഡ്രോസ്കെൽട്ടൺ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് എക്സോസ്കെൽട്ടൺ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടുന്ന എൻഡോസ്കെൽട്ടൺ പഠിച്ചു. ഓക്കെ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സെല്ലാം നടന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിന് എത്ര സമയമെടുത്തു, അതിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ, അതായത് ഫോസിലായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ ബോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള DNA, അപ്പോൾ ഇതെങ്ങനെയാണ്, അതായത് ഇന്ന് കാണുന്ന മനുഷ്യനിലേക്ക് എങ്ങനെയാണ് പുരാതന മനുഷ്യൻ അവിടെ നിന്ന് എങ്ങനെയാണ് ആ എവല്യൂഷൻ നടന്നെത്തിയത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഫർദർ റീഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്കിത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫർദർ റീഡിംഗ് ആണ്, സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അതായത് വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗാനിസം, ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ എൻഡോസ്കെൽട്ടൺ ഫോർമേഷൻ, ഓക്കെ, ഈ ഒരു സ്റ്റേജ്, അതായത് ഈ ഒരു ടൈം പീരീഡ് എങ്ങനെയാണ് നടന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അസ്ഥികളും പരിണാമവും ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അതായത് ഓരോ ജീവിയുടെയും അതിനുണ്ടാകുന്ന ചേഞ്ചസ്, ഓക്കെ, ഓരോ കാലം കഴിയുന്തോറും ആ ജീവികളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനെങ്ങനെയാണ് മാറ്റം വരുത്തിയത്, അതെങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്കൊക്കെ മാറിയത്, ഇതൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് ഇനി ഈ ഒരു പാഠത്തിൽ കടന്നു പോകാൻ പോകുന്നത് അത് പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, അതായത് പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് തൊട്ടാവാടി തന്നെ തുടങ്ങാം. നമ്മൾ തൊട്ടാവാടി തൊടുന്ന സമയത്ത് എന്താവും, അതിങ്ങനെ ചുരുങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതിൻ്റെ റെസ്പോൺസ് കാണിക്കുന്നതാണ്. ഒരു സ്റ്റിമുലേക്ക് അനുസരിച്ചുള്ള റെസ്പോൺസ് കാണിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ചെടി എടുത്ത് നിങ്ങളെ റൂമിൽ കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക, ഒരു ചെടിച്ചട്ടിയുള്ളത്. ആ ചെടിച്ചട്ടി നിങ്ങളൊരു ജനലിൻ്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അത് ആ ജനലിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അത് ലൈറ്റ് ടുവേർഡ്സ്, അതായത് ലൈറ്റിംഗ് ടുവേർഡ്സ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം
ഒരു പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റ് അതെങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്, അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മളൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ വേര് കാണാറില്ലേ അതിൻ്റെ. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വാട്ടർ മിനറൽസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വേരിൻ്റെ ട്രാവലിങ്ങും അതിൻ്റെ പാത്ത് വേ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്തൊക്കെയാണ് സ്റ്റിമുലി അഥവാ എന്തൊക്കെയാണ് ഉദ്ദീപനങ്ങൾ, അതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നോക്കാം. പ്ലാന്റ് മൂവ്മെൻറ്റ്സിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രോപ്പിക് മൂവ്മെൻറ്റ്, ഒന്ന് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റിമുലേക്ക് അനുസരിച്ചുള്ള ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദറ്റ് പർട്ടിക്കുലർ സ്റ്റിമുലസ്. ഓക്കെ, ആ സ്റ്റിമുലസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റിമുലേക്ക് നേരെ, ആ സ്റ്റിമുലേക്ക് ടുവേർഡ്സ് ആയിട്ട് ഉള്ള ഡയറക്ഷണൽ മൂവ്മെൻറ്റിനാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ് അഥവാ ട്രോപ്പിക് ചലനം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഒരേ സമയം ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് പ്ലാന്റ്സിന് കിട്ടുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെം, ഓക്കെ, അതിൻ്റെ ടോപ്പിൽ കാണുന്ന ഭാഗം പ്ലാന്റ്സിന് ടുവേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യും. എന്നാൽ വേര് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വേര് മണ്ണിന് അടിയിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ പറയുന്ന ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഇവിടെ വേരിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൂട്ടിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ എന്തൊക്കെയാണ് ടുവേർഡ്സും അഗെയിൻസ്റ്റും ആയിട്ടുള്ള മൂവ്മെൻ്റ് എന്ന്? ഓക്കെ, നമുക്ക് ഈ ടേബിൾ നോക്കി പഠിക്കാം. ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ പ്രകാശട്രോപിക ചലനം പഠിക്കുന്ന സമയത്ത് ഇതിൽ സ്റ്റിമുലസ് എന്താണ്? ലൈറ്റാണ് അല്ലെങ്കിൽ പ്രകാശമാണ്. ഓക്കെ, എങ്ങോട്ടാണ് സ്റ്റെമ്മിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്? ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഉദ്ദീപന ദിശയ്ക്ക് നേരെയായിട്ടാണ് എന്തിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്? ഈ പറയുന്ന സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ കാണ്ഡത്തിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഇനി വേരിൻ്റെ ചലനദിശ എങ്ങോട്ടാണ്? ഓപ്പോസിറ്റാണ് അല്ലേ, ഉദ്ദീപന ദിശയ്ക്ക് എതിരായിട്ടാണ് വേരിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അടുത്തത് ഭൂഗുരുത്വ ട്രോപ്പിക ചലനം അല്ലെങ്കിൽ ജിയോട്രോപ്പിസം. ഓക്കെ, ജിയോട്രോപ്പിസത്തിൽ എന്താണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ എന്താണ് ഉദ്ദീപനം എന്ന് പറയുന്നത്? അത് ഗ്രാവിറ്റിയാണ് അല്ലെങ്കിൽ അത് ഭൂഗുരുത്വമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണ്ഡത്തിൻ്റെ ചലനദിശ എങ്ങോട്ടാണ്? ഭൂഗുരുത്വം താഴോട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് എങ്ങോട്ടാണ് പക്ഷേ വളരുന്നത്? അത് ഉദ്ദീപന ദിശയ്ക്ക് എതിരായിട്ടാണ്. ഓക്കെ, എഗെയിൻസ്റ്റ് ദ സ്റ്റിമുലസ് ആണ്. എന്നാൽ റൂട്ട് എങ്ങോട്ടാണ്? റൂട്ട് ടുവേർഡ്സ് ദ സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ആര് മൂവ് ചെയ്യുന്നത്? റൂട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഹൈഡ്രോട്രോപ്പിസം അഥവാ ജലട്രോപിക ചലനം എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റിമുലസ് അല്ലെ ഉദ്ദീപനം എന്ന് പറയുന്നത് ജലമാണ്. ഇവിടെ കാണ്ഡത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് വരുന്നത്? ഉദ്ദീപന ദിശയ്ക്ക് എതിരായിട്ടാണ് അല്ലേ. വെള്ളം നമ്മൾ മണ്ണിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഷൂട്ട് വളരുന്നത് അപ്വേർഡ്സ്, ഓക്കെ, മുകളിലോട്ടായിട്ടാണ്. അപ്പം വെള്ളത്തിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷൂട്ട് വളരുന്നത്. ഓക്കെ, ഇനി നമ്മൾ റൂട്ടിൻ്റെ മൂവ്മെൻറ്റ് പഠിച്ചാലോ? റൂട്ടിൻ്റെ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ വാട്ടറാണ് അല്ലേ. ഹൈഡ്രോട്രോപ്പിസത്തിൽ ഉദ്ദീപന ദിശയ്ക്ക് നേരെയായിട്ടാണ് അല്ലെങ്കിൽ സ്റ്റിമുലസിന് ടുവേർഡ്സ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ആരുടെ മൂവ്മെൻറ്റ് വരുന്നത്? റൂട്ടിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഈ ടേബിൾ എന്തായാലും പഠിക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ടോ എന്തായാലും ഇത് ചോദിക്കാം, ഈ പിക്ചർ കണ്ടിട്ട് ചോദിക്കാം. ഓക്കെ, രണ്ട് ഉദ്ദീപനങ്ങളും കൂടി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെൻറ്റും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്ന് ഹാപ്റ്റോട്രോപ്പിസം, അടുത്തത് കീമോട്രോപ്പിസം. ഹാപ്റ്റോട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടാവാടിയിൽ തൊടുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ സ്റ്റെമ്മിൻ്റെ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ഓർ അറൗണ്ട് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്, ആ ഉദ്ദീപനം ഉണ്ടായതിന് നേരെയോ അല്ലെ അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഡയറക്ഷനിൽ നടക്കുന്നു. കീമോട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് അഥവാ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. ഇവിടെ കെമിക്കൽസ് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് ആ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, കെമിക്കൽസ് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് ആ ഡയറക്ഷൻ ടുവേർഡ്സ് ആയിട്ടുള്ള മൂവ്മെൻ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഹാപ്റ്റോട്രോപ്പിസവും കണ്ടു, കീമോട്രോപ്പിസവും കണ്ടു. ഇതും കൂടി അവിടെ ടെക്സ്റ്റിൽ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പ്ലാൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇതൊരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഈ പിക്ചറൊക്കെ വന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സാമിന്. അപ്പോൾ പിക്ചറും കൂടി നോക്കി വെക്കണം, എന്നാൽ മാത്രമേ അവിടുന്ന് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, സ്പർശട്രോപിക ചലനവും അതുപോലെ തന്നെ രാസട്രോപിക ചലനവും. ഓക്കെ, മറന്നു പോകാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും പാടില്ല. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, ഇവിടെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരു മൺകലത്തിലൊക്കെ ഒരു എർത്തൻ പോട്ടിനകത്ത് വെള്ളം നിറച്ചിട്ട് അത് മണ്ണിലിങ്ങനെ താഴ്ത്തി വെക്കുക. അതിനടിയിലായിട്ട് എന്ത് വെക്കണം? കുറേ വിത്തുകളിങ്ങനെ നട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിത്തുകൾ നട്ട് വെച്ചതിന് ശേഷം എത്ര സമയത്തിന് ശേഷമാണ് ഈ പോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്? യെസ്, ടേക്ക് ദ പോട്ട് ഔട്ട് കെയർഫുള്ളി ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പോട്ട് പുറത്തേക്ക് എടുക്കാനാണ് പറയുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായ വിത്തിലെ വേരുകളുടെ, ഓക്കെ, അതിൽ മുളച്ച് വന്നിരിക്കുന്ന വേരിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേരുകളുടെ വളർച്ചാ ദിശ എങ്ങോട്ടായിരിക്കും? അത് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് വാട്ടർ ആയിരിക്കും. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജലട്രോപിക ചലനം അല്ലേ, ശരിയല്ലേ? ഓക്കെ, അതായത് ഹൈഡ്രോട്രോപ്പിസ് ആണ്. ഓക്കെ, ഹൈഡ്രോട്രോപ്പിസത്തിൽ വേരുകൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അതിന് തെളിവാണ് എന്ത് ഈ കാണിച്ചിരിക്കുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായി ചെയ്ത് നോക്കാൻ പറ്റും, കണ്ടാൽ തന്നെ ഈ ഒബ്സർവേഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് വാട്ടർ ആര് മൂവ് ചെയ്യുന്നു? ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്. ഓക്കെ, അപ്പം പുതുതായിട്ട് മുളച്ച് വന്നിരിക്കുന്ന ആ
വിത്തിലെ വേരുകൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് എ ഡയറക്ഷൻ ഓഫ് വാട്ടർ ആണ്. അതിൻ്റെ ഇൻഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നിഗമനമായിട്ട് കൊടുക്കേണ്ടത് എന്താണ്? ദറ്റ് ഈസ് ഹൈഡ്രോട്രോപ്പിസം, അതായത് ജലട്രോപിക ചലനം എന്നുള്ളതാണ്. പഠിച്ചില്ലേ? ഓക്കെ. ഇനി നമുക്ക് കുറച്ച് നാസ്തിക ചലനങ്ങൾ, അതായത് നാസ്റ്റിക് മൂവ്മെൻറ്റ് കുറച്ച് എക്സാമ്പിൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ കൊടുക്കുന്ന സ്റ്റിമുലസും അതുപോലെ തന്നെ പ്ലാന്റ് സൈഡിൽ നിന്നുള്ള മൂവ്മെൻറ്റും തമ്മിൽ ഒരു ബന്ധവും വരാത്ത നാസ്റ്റിക് മൂവ്മെൻറ്റ് അഥവാ നാസ്തിക ചലനങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമ്പിളായിട്ട് ഫ്ലവേഴ്സ് ആർ ബ്ലൂമിങ്, അതുപോലെ തന്നെ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് കേൾ അപ്പ് അറ്റ് നൈറ്റ്. ഓക്കെ, രാത്രിയാകുമ്പോൾ ഇലകൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഇൻ സം പ്രിഡേറ്ററി പ്ലാന്റ്സ്, ഇരപിടിയനായിട്ടുള്ള ചില സസ്യങ്ങളുണ്ട്. ഓക്കെ, ഇൻസെക്ട്സിനൊക്കെ ട്രാപ്പ് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സിലുള്ള മൂവ്മെൻറ്റ് ഓഫ് ലീവ്സും നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, റെഡിയല്ലേ? ഏകദേശം ഈ പാഠത്തിൻ്റെ എൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെക്ചർസും കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പാഠത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. എക്സാമിൻ്റെ ദിവസങ്ങളൊക്കെ കുറവാണ്. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നേരെ ലെക്ചർസ് ചെയ്യാം. ലെക്ചർസ് പഠിക്കുന്ന സമയത്ത് ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് വന്നിട്ട് അതിൽ 4ലും പ്രസൻ്റ് ആയിട്ടുള്ള ട്രോപ്പിക ചലനം ഏതാണ്, അല്ലെങ്കിൽ ആ സ്റ്റിമുലേക്ക് അനുസരിച്ചിട്ടുള്ള പ്ലാൻ മൂവ്മെൻറ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളാണ്. പയർച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നു. ഓക്കെ, അതായത് ഒരു പീ പ്ലാന്റ് അതിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള സപ്പോർട്ടിനനുസരിച്ചിട്ട് അതിന് ട്വിൻ ചെയ്തിട്ട് വളരുന്നു. ഇതേതാണ്? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും, സ്പർശ ട്രോപ്പിക ചലനമാണ്. ഓക്കെ, ടച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ പ്ലാന്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹാപ്റ്റോട്രോപ്പിസം. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ദ കോക്കനട്ട് ട്രീ നിയർ ദ ബാങ്ക് ഓഫ് എ റിവർ ഗ്രോസ് ലീനിങ് ടുവേർഡ്സ് ദ റിവർ. ഓക്കെ, അതായത് ഒരു പുഴക്കരയിലുള്ള തെങ്ങ് എങ്ങോട്ടാണ് വളരുന്നത്? പുഴയിലേക്ക് ചെരിഞ്ഞ് വളരുന്നു. ഓക്കെ, ആ ചിത്രം നിങ്ങൾ ഒരുപാട് നാട്ടിൻപുറങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ ടൂർ പോകുമ്പോഴൊക്കെ ആയിട്ടും കണ്ടിട്ടുണ്ടാവും. അവിടെ എന്താണ്? പ്രകാശ ട്രോപ്പിക ചലനമാണ്, സൺലൈറ്റിന് ടുവേർഡ്സ് ആയിട്ടാണ്. ഓക്കെ, ഓപ്ഷൻ സി എന്താണ്? പരാഗനാളി അണ്ഡാശയത്തിലേക്ക് വളരുന്നു. ഓക്കെ, അതായത് പോളൻ ട്യൂബ് ഗ്രോസ് ടുവേർഡ്സ് ടു ദ ഓവറി. ഓക്കെ, അതായത് ഓവറിക്ക് ഡയറക്റ്റായിട്ട് എന്ത് വളരുന്നു? യെസ്, അണ്ഡാശയം അഥവാ പോളൻ ട്യൂബ്. എന്തിന് എക്സാമ്പിളാണ്? രാസട്രോപിക ചലനമാണ് അഥവാ കീമോട്രോപ്പിസ് ആണ്. ഓക്കെ, കീമോട്രോപ്പിസ് ആണ്. വിട്ടുപോകാൻ പാടില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകാനും പാടില്ല. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ദ ലീഫ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾസ് വൈൽ ടച്ചിങ്. എന്താണ്? തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ കുമ്പുന്നതിനുള്ള കാരണം എന്താണ് പറയുന്നത്? യെസ്, അത് നാസ്റ്റിക ചലനമാണ്. ഓക്കെ, നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്, അതിൻ്റെ എക്സാമ്പിളാണ് അത്. നമ്മൾ നേരെ തൊട്ട് മുമ്പ് ആ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് യെസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ആ ഓപ്ഷൻ കണ്ടാൽ തന്നെ സ്പിൻഡിൽ ഷേപ്പാന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും. മൃദുല പേശി, അതായത് സ്മൂത്ത് മസിൽസ് ആണ്. ഓക്കെ, റെഡി അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ ഈ പാഠം പഠിക്കുമ്പോൾ തന്നെ എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഇമേജസും പിക്ചേഴ്സും ആനിമേഷനെല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, ഈ കാണുമ്പോൾ തന്നെ നമുക്ക് എക്സ് എന്ന ഓപ്ഷൻ എന്താണ്? അത് ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, ആംഗിളിലും ഉണ്ട്, അതുപോലെ തന്നെ റിസ്റ്റിലുള്ള ജോയിൻ്റാണ്. പൈ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? അത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഓക്കെ, ഒരു സൈഡിലേക്ക് മാത്രമുള്ള ഓപ്പണിങ്ങിന് സഹായിക്കുന്നു, എൽബോയിലും നീലൊക്കെ കാണുന്നത്. ഓക്കെ, ഗുഡ്. സെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ പിവേർഡ് ജോയിൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ കാണുന്ന മൂവ്മെൻ്റ് ആണ്, അതിന് സഹായിക്കുന്നതാണ് ഈ ഒരു ബോണ്. അപ്പോൾ അവിടെയുള്ള ജോയിൻറ്റിന് പറയുന്നതാണ് പിവേർഡ് ജോയിൻറ്റ്. ഓക്കെ, റെഡി അല്ലേ? പഠിച്ചില്ലേ? ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? കറക്റ്റ് പെയറിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, പി എന്ന് പറയുന്നത് തേർഡാണ്, ലിഗമെൻറ്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതാണ്. ക്യൂ എന്ന് പറയുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ എല്ലാം അഭാവം കൊണ്ടുണ്ടാകുന്ന സിറ്റുവേഷനാണ്, ദാറ്റ് ഈസ് ഓസ്റ്റിയോപോറോസിസ്. ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു, നമ്മുടെ ഡിഫൻസ് സെൽ തന്നെ നമ്മുടെ കാർട്ടിലേജിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. ഓക്കെ, റെഡി അല്ലേ? ഓപ്ഷൻ എസ് എന്താണ്? യെസ്, അത് സെക്കൻഡ് വൺ ആണ്. ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ജീൻസ്. നമ്മൾ നേരത്തെ പഠിച്ചില്ല, കോമൺ ആയി ബോയ്സിൽ കാണുന്ന പേശി ക്ഷയം എന്ന അവസ്ഥ, അതായത് പേശീൻ്റെ ബലം കുറയുന്നൊരവസ്ഥ. യെസ്, അത് മസ്കുലർ ഡിസ്ട്രോഫിയാണ്. അതിന് കാരണം ജീൻസിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, റെഡി. സിക്സ്ത് ക്വസ്റ്റ്യൻ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്? ആ ഫ്ലൂയിഡിൻ്റെ പേരെന്താണത്? സൈനോവിയൽ ഫ്ലൂയിഡാണ് അഥവാ സൈനോവിയൽ ദ്രവമാണ്. ഇനി സെക്കൻഡ് എന്താണ്? അത് ആൻസർ ചെയ്യുന്നത് കാർട്ടിലേജിനെയാണ്. ഓക്കെ, എന്താണ് കാർട്ടിലേജിൻ്റെ കാര്യം പറയുന്നത്? യെസ്, അതായത് ഘർഷണം കുറയ്ക്കാൻ അസ്ഥികളുടെ അഗ്രഭാഗത്ത് കാണുന്ന ഭാഗമാണ്. ഓക്കെ, റെഡിയല്ലേ? ഓർമ്മയില്ലേ? ദ പാർട്ട് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺസ് വിച്ച് റെഡ്യൂസസ് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി. ഇനി ബി എന്താണ്? ബി വളരെ സിമ്പിളാണ്. ആ പിക്ചർ പഠിച്ചാൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ലിഗമെൻ്റ് ആണ്. ഓക്കെ, അതായത് ദ പാർട്ട് ലാബിൾഡ് എക്സ് ഇൻ ദ ഡയഗ്രാം, ദറ്റ് ഈസ് ലിഗമെൻറ്റ്. ഓക്കെ, പഠിച്ചില്ലേ? അത് എന്ത് ചെയ്യുന്നു? രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു, രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഫുൾ ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ഓൾമോസ്റ്റ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. പിന്നെ ചോദിക്കാനുള്ളത് കുറച്ച് എക്സ്പ്ലനേഷനും ഷോർട്ട് ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ചാപ്റ്റേഴ്സും ടോപ്പിക്കും എല്ലാം കവർ ചെയ്യുക. റിവിഷനെല്ലാം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതോ ആയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.